പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് ആൾക്കാർക്ക് പേര് തന്ന്, പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാര്യങ്ങൾ ഇടുന്ന ആൾക്കാർക്ക് ഭയങ്കര പേര്. പുതിയ ക്രിയേറ്റർക്ക് ഞങ്ങൾ തുടങ്ങി എന്ത് ചെയ്യാനാ, ഇനി 8000 വാച്ച് അവേഴ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു കാര്യം പറയാം. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക, നല്ല ടൈറ്റിൽ കൊടുക്കുക, നല്ല തമ്പന് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. ജനങ്ങൾക്ക് നിങ്ങൾ വീഡിയോ എത്തിക്കുക. അത്രയും നോക്കിയാൽ മാത്രം മതി. അതല്ലാതെ ഇതിൽ നിന്ന് അധ്വാനിക്കുന്നു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇതിൽ നിന്ന് പേയ്മെൻറ്റ് മേടിച്ചിട്ട് കഴിയാൻ അങ്ങനത്തെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ നല്ല കണ്ടന്റ് മനുഷ്യന്മാർക്ക് മാത്രം കൈമാറിയാൽ മാത്രം മതി. ജനങ്ങൾക്ക് അത് മാത്രം നോക്കിയാൽ മതി. യൂട്യൂബിലെയോ അല്ല എന്ത് വെബ്സൈറ്റിൽ നിങ്ങൾ വീഡിയോ ഇടുന്നെങ്കിലും അതൊരു കലയായിട്ട് കരുതുക. ഒരു കലയാണ് ഒരു വീഡിയോ ഇടുന്നത്. നമ്മളെ അഭിനയങ്ങളും നമ്മളെ നിർദ്ദേശങ്ങളും മറ്റുള്ളവർക്ക് എത്തിക്കുക. ആ ഒരു ചിന്ത മാത്രം ഇതാക്കിയാൽ മതി. പൊളിറ്റിക്സും യൂട്യൂബും രണ്ടും ഒരു പണിയായിട്ട് നോക്കരുത്. ഒരു സൈഡ് സമയം കിട്ടുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ഇട്ടുക, അത് നല്ലപോലെ എഡിറ്റ് ചെയ്യുക, സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക. എന്നെപ്പോലത്തെ സൗണ്ടല്ല, എൻ്റെ സൗണ്ട് പാരമ്പര്യമായിട്ട് പോയതാണ്. അങ്ങനത്തെ നല്ല കണ്ടൻറ്റ് കൊടുത്തിട്ട് നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ വൈറലാവും. അത് ഓട്ടോമാറ്റിക്കലി ഇത് 8000 വാച്ച് അവർ ആവും, 4000 വാച്ച് അവർ ആക്കുന്നത്. അതുപോലെ 8000 വാച്ച് അവർ ആവും. 8000 വാച്ച് അവർ ചെയ്യുക, ശരിക്ക് മോട്ടിവേഷൻ ആക്കിയിട്ട് അതിൽ കിട്ടുന്ന പൈസ എടുക്കുക. അതൊരു സൈഡായിട്ട് എപ്പോഴും നോക്കണം. എപ്പോഴും മൈന് പണിയായിട്ട് നോക്കരുത്. എന്ത് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്ന് നിന്ന് പോകുന്നിട്ട് പറയാനില്ല. അതിന് പിന്നെ നിങ്ങൾ പട്ടിണിയായി പോകും. ഇതുവരെ ഉദാഹരണത്തിന് കേരളത്തിനെ പറ്റി പറയാം. ഒരു യൂട്യൂബറിൻ്റെ യൂട്യൂബിൽ നിന്ന് വരുമാനം കൊണ്ടെല്ലാം നോക്കുന്നത്. അവർക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ കുറേ കൊലാബറേഷൻ ഇനാഗ്രേഷൻ അങ്ങനെയൊക്കെ പോകുന്നത്. അതെല്ലാം തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഓരോ ആൾക്കാർ പണി വിട്ടിച്ചും ഗൾഫിൽ നിന്ന് കളഞ്ഞു ചോദിച്ചും നാട്ടിലുള്ള പണി വിട്ടിച്ചും യൂട്യൂബിന് പിന്നാലെ നടന്നിട്ടും ആ വീഡിയോ വൈറലാവാതെയും ഒരു നല്ലോണം കഷ്ടപ്പെട്ട് 2 ദിവസം 3 ദിവസം കൂടിച്ച് വീഡിയോ എടുത്തിട്ട് അതിന് എഡിറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. അത് വൈറലായില്ലെങ്കിൽ ചിലപ്പോൾ 2K 3K വന്നിട്ട് അതൊക്കെ പണിയും പോയി. ഇതും ഒന്നും ആവുന്നില്ല. അങ്ങനെ നോക്കരുത് ഒരിക്കലും. നിങ്ങൾ പണിയാണ് നോക്കേണ്ടത്. ജീവിതം ആദ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം. ജീവിതത്തിൻ്റെ നമ്മൾ ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഒരു വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് പരമായിട്ട് വീഡിയോ എടുക്കുക. അങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കോളൂ. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു യൂട്യൂബ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കേരളത്തിന് തന്നെ പകുതിയിൽ നിന്ന് കൂടുതൽ ആൾക്കാർ യൂട്യൂബിൻ്റെ ക്ലാസ് എടുക്കുക. അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് അവസ്ഥ കാണുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരിക്കലും യൂട്യൂബിനെ പണിയായിട്ട് കാണരുത്, അത് സൈഡായിട്ട് കാണാം. നിങ്ങൾ ഒരുപാട് വീഡിയോ ഇടണം, ഇതിന് ജനങ്ങൾക്ക് എത്തിക്കണം. നല്ല കാര്യങ്ങളായാലും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളായാലും പിന്നെ ഈ മോട്ടിവേഷൻ ക്ലാസ് ആയാലും എല്ലാം ആവശ്യമുണ്ട്, ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജോബായിട്ട് കരുതരുത് ഒരിക്കലും. ഞാൻ ഒരുപാട് വേളയിൽ പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്സും ഒരു യൂട്യൂബും ഒരു ജോലിയായിട്ട് കാണരുത് ഒരിക്കലും. ഒരുപാട് വേദിയിൽ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരുപാട് ആൾക്കാർ പറയും എനിക്ക് ബാങ്കില്ലാത്ത പൈസ കിട്ടുന്നുണ്ട്, എൻ്റെ ഒരു വീട് നല്ല വൈറലായിട്ടുണ്ട്, ഇതുവരെ ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ടില്ല. മോട്ടിവേഷൻ്റെ കയറ്റിൽ കഴിഞ്ഞതാൻ്റെത്, എന്നാൽ ഞാൻ ചെയ്തിട്ടില്ല. എന്ത് പറയുമ്പോഴത്തേക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ കുറച്ച് വരുമാന കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ദുബായിലും നാട്ടിലും ബാംഗ്ലൂരിലായിട്ടൊക്കെ ബിസിനസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കണം. അതാണ്. പിന്നെ കലയോട് താല്പര്യമുള്ള ആൾക്കാർ കല കൊണ്ടുവരണം. പക്ഷെ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ടല്ല. ഒരിക്കലും യൂട്യൂബിൽ നിന്ന് പണം കിട്ടുമെന്ന് വിചാരിച്ച് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവന്മാർക്ക് ഒരിക്കലും പൈസ കിട്ടിയിട്ടില്ല. വിചാരിക്കാൻ ചെയ്തിട്ടുണ്ടോ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി നമുക്ക് ഇന്ന് നറുക്കെടുപ്പ് കിട്ടുമെന്നിട്ട് പറഞ്ഞിട്ട് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു യാദൃശ്ചികമായി കിട്ടിയതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിലയേറിയ നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ മുമ്പിൽ വെച്ചതിന് അത് കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം.